ഒരു ഇഞ്ച് പോലും സ്ഥലം ഈ വീട്ടിൽ കളയാനില്ല, അത്രത്തോളം ചിന്തിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഓയിൽ പുൾ ഔട്ടിന്റെ ഒരു ട്രേ കൊടുത്തിട്ടുണ്ട്. പണ്ട് അരി ഇട്ട് വരുന്ന ടൈപ്പ് പാത്രമാണ്. ഇത് ഞാൻ ഒന്ന് മോഡിഫൈ ചെയ്ത് എക്കോ എന്ന് പറഞ്ഞ കമ്പനിയിൽ വരുന്ന സാധനമാണ്. നമുക്ക് 2 ടൈപ്പ് അരി, ഇത് ജീരശാല അരിയും പിന്നെ ഈ പറഞ്ഞ നോർമൽ നമ്മുടെ ചോറ് വെക്കുന്ന അരിയും നമുക്ക് ഇവിടെ വെക്കാൻ പറ്റും. പിന്നെ ഇവിടെ പുൾ ഔട്ട് നമുക്ക് സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് പുൾ ഔട്ട് ചെയ്ത് വെക്കാം. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ വർക്ക് ഏരിയ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഡിഷ് വാഷിന്റെ ഒരു സ്പേസ് നമ്മളോട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഡിഷ് വാഷർ ആണോ? യെസ്, മമ്മിക്ക് വേണ്ടിയാണ് ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ രാത്രി കിച്ചണിലേക്ക് കയറുന്ന സമയത്ത് നമ്മൾ ടെൻഷൻ വേണ്ട, ഓട്ടോമാറ്റിക്കലി കിച്ചണിലായിട്ട് നമ്മൾ സെൻസർ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇവിടെ വീട്ടിലൊരു ലാഡർ ഉണ്ട്. ഇപ്പോൾ ലാഡർ വെക്കാനുള്ള ഒരു സ്പേസ് ആണ് ആക്ച്വലി. ഒരു ഫുൾ ലാഡർ ഉണ്ട് ഇവിടെ. ഇത് ശരിക്കും പറഞ്ഞാൽ 50 സെന്റ് വീട്ടിലില്ലാത്ത അത്രയും കാര്യങ്ങളുണ്ട് ഈ 1.25 സെന്റ് വീട്ടിൽ. സെൻസർ ടാപ്പ് കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. ഇപ്പം ജാഗോറിന്റെ ഒരു സീരീസ് സെൻസർ ടാപ്പാണ് കൊടുത്തേക്കുന്നത്. ഈ പറഞ്ഞ പോലെ നമ്മുടെ ഹാൻഡ് വാഷും ഈ പറഞ്ഞ പോലെ ഓട്ടോമേറ്റഡ് ആണ്. ടെക്നോളജി. നമുക്ക് ഈ ഒരു കോർണറിൽ മമ്മിക്ക് എന്തെങ്കിലും മെഡിസിൻസോ കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള സൗകര്യം നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. മദറിന് ടോയ്ലറ്റ് ആണ്, സെൻസർ കൊടുത്തിട്ടുണ്ട്. പ്രായമുള്ള ഒരാൾക്കാണെങ്കിൽ നമുക്ക് ഇരുന്ന് കുളിക്കണമെങ്കിലോ എങ്ങനെയുള്ള സൗകര്യത്താണ് ഇത് കൊടുത്തേക്കുന്നത്. 3 കംപ്ലീറ്റ് ടെക്സ്റ്ററിൽ നമ്മൾ ചെയ്ത് വന്ന് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അതിന്റെ ഒരു ഭംഗി ഫീൽ ചെയ്ത്. ലൈറ്റ്സും എല്ലാം കൊടുത്ത് വളരെ ഭംഗിയായിട്ട് ശരിക്കും തനി ചന്ദ്രൻ. അലക്സ, സ്വിച്ച് ഓൺ മാസ്റ്റർ ലൈറ്റ്. ക്ലോസ് കർട്ടൻ. സ്വിച്ച് ഓൺ AC. പഴയ കാലത്തുള്ള അലക്കുകല്ലാണത്. അലക്കുകല്ല് നമ്മൾ ഇത് ഫൈബറിലാണ് ചെയ്തിരിക്കുന്നത്. വന്ന് പുഷ് ചെയ്താലും കുഴപ്പമില്ല, ഒരു 300 കിലോ വരെ നമ്മളുടെ ഇത് താങ്ങും എന്നുള്ള രീതിയിലാണ് നമുക്ക് വളരെ കണ്ണ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പർപ്പസ് ഉണ്ട്. യെസ് യെസ്. പിന്നെ ഈ പറഞ്ഞ പോലെ വേറെ പ്രാവുകളോ അങ്ങനെ പറഞ്ഞ കിളികളോ ഒന്നും കയറത്തില്ല. 5 അപ്പം കൊണ്ട് 5000 കൊടുത്തു പറഞ്ഞ പോലെ 1.25 സെന്റിൽ ഇത്ര സൗകര്യമുള്ള വീട് ഞാൻ ഈ അടുത്ത കാലത്തൊന്നല്ല, ഇത്ര ഒരു നമ്മൾ ഈ വ്ളോഗിംഗ് കരിയറിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സച്ചിൻ, പിഞ്ചു. നമ്മളെവിടെ പിഞ്ചു? നമ്മള് ഫോർട്ട് കൊച്ചിയിലാണോ മട്ടാഞ്ചേരിയിലാണോ എന്ന് ചോദിച്ചാൽ രണ്ടിന്റെ മധ്യമായിട്ടുള്ള സ്ഥലമാണ്. 1.25 സെന്റില് വീട്. 1.25 സെന്റ് വീട് പോയിട്ട് ഒരു പെട്ടിക്കട പോലും പണിയാൻ പറ്റില്ലെന്ന് ഒരു ചിന്തയുണ്ടല്ലോ അല്ലേ? 1.25 സെന്റിൽ എന്ത് പണിയാനാന്ന്. 1.25 സെന്റില് ഒരു ഞെട്ടിച്ച വീട് തന്നെ തീർത്തിരിക്കുകയാണ് ഇവിടെ നിഷാൻ ആയിഷ ദമ്പതികൾ അല്ലേ. നമുക്ക് സ്ഥലം ഇല്ലെങ്കിലും യാതൊരു പ്രോബ്ലവും ഇല്ല, ലക്ഷറിക്കൊന്നും ഒരു കുറവും വരുത്തേണ്ട കാര്യമില്ല. ഉള്ള സ്ഥലത്ത് നമുക്ക് ഭംഗിയായിട്ട് വീട് വെക്കാൻ പറ്റുന്നുള്ളതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. ശരിക്കും ഈ കൊച്ചി പോലുള്ള സ്ഥലത്തിന്റെയൊക്കെ പ്രത്യേകത നാൾക്ക് നാൾ കഴിയും തോറും സ്ഥലപരിമിതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇത് വെറും 1.25 സെന്റിൽ പണിതിരിക്കുന്ന ഈ വീട്. 3 ബെഡ്റൂമാണ്. നരസിംഹത്തിൽ പറയുന്ന പോലെ അതാ കാണും അവതാരപ്പിറവികളുടെ മുഴുവൻ അതുപോലെ ഒരു അവതാരമാണ് ഈ വീട്. ഈ ഏരിയ എന്ന് പറഞ്ഞാൽ എല്ലാം 1.5-1.5-2 സെന്റിൽ വീട് വെച്ചിരിക്കുന്ന സ്ഥലമാണ്. അവിടെ ഒരു വെറൈറ്റി വീട്, ഫുള്ളി ഓട്ടോമേറ്റഡ് ആണ്. അതായത് ടെക്നോളജിയുടെ എല്ലാ സാധ്യതകളും ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് ശരിക്കും പിശുക്കി പണിതിട്ടുള്ള ഒരു വീടുമല്ല അല്ലേ, ലക്ഷറി വീട് തന്നെയാണ്. നിങ്ങൾ എന്തായാലും ഈ വീട് കാണുമ്പോൾ കുറേ സർപ്രൈസ് എലമെന്റ്സ് ഉണ്ട്. വീട് പണിയാൻ ആഗ്രഹിക്കുന്നവരുടെ ഒരു മാഗ്ന കാർട്ട ആയിരിക്കും കേട്ടോ ഈ വീട്. അപ്പൊ വീട് മുഴുവൻ കണ്ടോളൂ കേട്ടോ, ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പൊ ഇതാ നിഷാൻ ആയിഷ ദമ്പതികളുടെ കുട്ടി വീടാണ്, ഒപ്പം കുട്ടികളും. നിങ്ങൾ 4 പേരാണ്, ഉമ്മയുണ്ട്. ഓക്കെ, അപ്പൊ ഇത് ആയിഷയുടെ വീടാണ് ഇല്ലേ? ജനിച്ചു വളർന്ന വീടാണ്. ഇതൊരു റിനോവേറ്റഡ് വീടാണ് അല്ലേ? മുൻപ് ഇവിടെ ഒരു വീടുണ്ടായിരുന്നു. എന്തായിരുന്നു അതിന്റെ പ്രത്യേകതകൾ? എന്തായിരുന്നു നിങ്ങൾ മാറ്റാണ്ടായ കാരണം? സ്പേസ് കുറവായിരുന്നു, നമുക്കൊരു ഹാള്, ഒരു കിച്ചൺ അങ്ങനെയായിരുന്നു. അപ്പൊ ഈ നമ്മുടെ നെക്സ്റ്റ് ഒരു വീടുണ്ട്, ഒരു വാളില് വെച്ച് അങ്ങനെയാണ്. അതായത് 5 സെന്റിൽ ഡിവൈഡ് ചെയ്ത് 4 ഡിവൈഡ് ചെയ്തിട്ടുള്ള വീടാണ്. ഓക്കെ, ഇത് കണ്ടാൽ ഒരു വീടാന്ന് പറയുള്ളൂ. ഓക്കെ, നേരത്തെ നമുക്ക് ഒരു റൂം, ഒരു കിച്ചൺ, ഒരു ഹാൾ അങ്ങനെയായിരുന്നു. പിന്നെ കുട്ടികളൊക്കെ ആയി കഴിഞ്ഞാൽ അങ്ങനെ ഇപ്പം നമ്മൾ കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്യാന്ന് വിചാരിച്ച് അങ്ങനെ റിനോവേറ്റ് ചെയ്തതാണ്. ഓക്കെ ഓക്കെ. അത് എലവേഷൻ തന്നെ കാണാൻ നല്ല ഭംഗിയായിട്ടല്ലേ ചെയ്തിരിക്കുന്നത് ബ്രോ. ഒരു സിമന്റ് ടെക്സ്ചർ ആണ് ഒരു ബസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ക്ലാഡിംഗ് കൊടുത്തിട്ടുണ്ട്. മുകളിൽ ഒരു ചക്രമൊക്കെ വെച്ചിട്ടുണ്ട് അല്ലേ? എന്റെ ഗ്രാൻഡ് ഫാദർ യൂസ് ചെയ്താണ്. ഓൾമോസ്റ്റ് ഒരു 75-80 ഇയേഴ്സോളം അതിന് പഴക്കമുണ്ട്. ഗ്രാൻഡ് ഫാദർ ഓർമ്മയ്ക്കായിട്ട് എനിക്ക് അത് മാത്രം എൻ്റെ ഉള്ളത് അത് മാത്രമാണ്. അത് എന്തോ വീട് പണിഞ്ഞു വന്നപ്പോൾ കറക്റ്റ് ആയിട്ട് ഒരു സ്പേസ് അവിടെ കിട്ടി. അങ്ങനെ ഞാനൊന്ന് കറക്റ്റ് ചെയ്ത് അവിടെ തന്നെ കയറ്റി. വളരെ ഭംഗിയായിട്ട് ഇത്ര ചെറിയ സ്ഥലം എന്നൊക്കെ പറയുമ്പോൾ 1.25 സെന്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയെങ്കിലും ഒരു വീട് തട്ടിക്കൂട്ടിയാൽ പക്ഷെ അതിന് ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടാണ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ അല്ലേ? ആഗ്രഹമാണ്. ഞങ്ങൾ വളരെ ആലോചിച്ചു. കാരണം വെച്ചാൽ നല്ലൊരു ബിൽഡറിനെ കിട്ടുന്നത് തന്നെയാണ് ആദ്യത്തെ. നമ്മുടെ കയ്യിൽ എങ്ങനെയൊക്കെ പ്ലാൻ ഉണ്ടെങ്കിലും അത് നമ്മൾ എന്താ പറയുക, നമ്മളൊന്ന് ചെയ്തു വരുമ്പോൾ അത് കറക്റ്റ് ഔട്ട്പുട്ടിലേക്ക് എത്തുമ്പോൾ അത് വളരെ ഒരു സന്തോഷം തന്നെയാണ്. അതിൽ ഞങ്ങൾ സക്സസ്ഫുൾ ആയി. തീർച്ചയായും ബെസ്റ്റ് ഹോംസ് ആണ് ഈ വീട്. 100% ഞങ്ങൾക്ക് ബെസ്റ്റ് ഹോംസ് വളരെ സപ്പോർട്ടീവായിട്ട് അവർ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണ്. നിങ്ങളിത് വീട്ടിൽ ഹോം ടൂർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാണ്ട് വരുന്നത് എന്തൊക്കെ ഞങ്ങൾ ചിന്തിച്ചതിനേക്കാളും കൂടുതൽ അവർ ചെയ്തിട്ടുണ്ട് വളരെ ഭംഗിയായിട്ട്. നമ്മുടെ പേര് പറയാൻ പറഞ്ഞത് എന്താ പേര്? മുഹമ്മദ് ആദീൻ. 8ാം ക്ലാസ്സിലാണ് നമ്മൾ നേരത്തെ പരിചയപ്പെട്ടത്. പേരെന്താ? സുഹാന നിഷ. എത്രാം ക്ലാസ്സിലാ? എല്ലാവരും ഇവിടെ തന്നെയാണോ പഠിക്കുന്നത്? വീട് എങ്ങനെയുണ്ട്?
അടിപൊളിയാണ്. പുള്ളിയാണ് എനിക്ക് ഇതിന്റെ ഒരു ഈ കോളനിയുടെ ഏകദേശം ഒരു രൂപം പറഞ്ഞു തന്നതൊക്കെ. കാരണം പണ്ടുള്ള കോളനി ആണെങ്കിലും GCDയുടെ കോളനി ആയിരുന്നു. അപ്പം ഈ ഏരിയയുടെ പ്രത്യേകിച്ച് നമുക്ക് ഫ്ലഡ് എഫക്റ്റഡ് ആയിട്ടോ അങ്ങനത്തെ ഒന്നും ഇഷ്യൂസ് ഒന്നും നമുക്ക് വന്നിട്ടില്ല. പിന്നെ വളരെ കൂളാണ്. നമുക്കിപ്പോൾ ഇത്ര ഏരിയ നിങ്ങൾക്ക് റോഡ് തന്നെ കാണാം, ഇത്ര ഹൈലൈറ്റ് വലിയൊരു സ്പേസ് ആണ്. വണ്ടി പാർക്ക് ചെയ്യാനോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. വെറുതെ അല്ല ഇത് വിറ്റിട്ട് വേറെ സ്ഥലത്ത് പോകാം. ഇല്ല, അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഇപ്പം ഞാൻ ഇവിടുത്തെ തന്നെയല്ല, ഞാൻ കായംകുളംകാരനാണ്. പക്ഷെ ഞാനിവിടെ വന്ന് ഇവിടെ ജെല്ലായി. ആക്ച്വലി എനിക്ക് വളരെ കംഫർട്ടാണ്. കാരണം എൻ്റെ ഫാമിലി ബേസിക്കലി നമ്മൾ കുട്ടികളെ ഉദ്ദേശിച്ചിട്ടും എൻ്റെ മദറിനെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മളിവിടെ തന്നെ വീട് വെക്കാമെന്ന്. കാരണം വെച്ചാൽ ഞങ്ങൾ പലരും നിങ്ങൾ 1.25 സെന്റിലാണോ താമസിക്കുന്നത്, നിങ്ങൾക്കത് മാറിയിട്ട് വേറെ എവിടെയും വെക്കൂടെ, അങ്ങനെ പലരും ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങളിലുള്ളത് വെച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്ത് ഒരു വീടങ്ങ് തട്ടുകൂട്ടി അല്ലേ. നിങ്ങളെ കണ്ടു നോക്ക് എങ്ങനെയുണ്ടെന്ന്, ആ തട്ടുകൂട്ടി ശരിയായെന്നുള്ളത് നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ ഇതാണ് ആക്മി, വീടിന്റെ പേര് ആക്മി എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ വന്നപ്പോൾ തന്നെ വെറൈറ്റി എല്ലാവരും നോക്കുന്ന രീതിയിൽ ഒരു ചട്ടക്കൂടിനകത്ത് സ്റ്റോൺ ഒക്കെ ചെയ്തിട്ടുള്ള കൊടുത്തിട്ട് ഇൻസൈഡ് നമ്മൾ മെറ്റൽ ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ ഉള്ളിൽ കയറാം അല്ലേ. ഒരു ചെറിയ ഫോൾഡിംഗ് ഗേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് വീടിന്റെ ഉള്ളിൽ കയറാനായിട്ട്. ഇതൊക്കെ ചെറിയ സ്പേസിനാണ്. ഇനി ഇവിടേക്ക് വരുമ്പോൾ നമ്മൾ ഷൂറാക്കിയ കാര്യങ്ങളൊക്കെ ഈ സ്പേസിൽ കൊടുക്കുന്നത്. നമ്മൾ ഗ്യാസിന്റെ നമ്മൾ ഇവിടെ തന്നെയാണ് ചെയ്തേക്കുന്നത്. ഇവിടെ പുറത്താണ്. അതെ, ഗ്യാസ് പൈപ്പ് ലൈൻ വഴിയാണ് കൊടുത്തേക്കുന്നത്. ഗ്യാസ് നമ്മൾ സ്റ്റോറേജ് ഇവിടെ തന്നെ. കാരണം കിച്ചണിൽ നമുക്ക് സ്പേസ് കുറവായതുകൊണ്ട് മാക്സിമം ആ സ്പേസ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെയാണ് കൊടുത്തേക്കുന്നത്. ബേസിക്കലി പറയുകയാണെങ്കിൽ ഒരു ബൈക്ക് വെക്കാനുള്ളൊരു സ്പേസ് അല്ലെങ്കിൽ സൈക്കിൾ വെക്കാം, അത്രയും ഒരു സ്പേസ് നമ്മൾ ഇൻക്ലൂഡിംഗ് ആണ്. ഗ്യാസ് ഇതില്ലെങ്കിൽ നമുക്ക് ബൈക്ക് വരെ വെക്കാം എന്ന് പറഞ്ഞാൽ. അപ്പോൾ പുറത്തൊരു ബ്രിക്കിന്റെ ലെവലുള്ള ഒരു ക്ലാഡിംഗ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് നേരെ താഴെ നമ്മുടെ ഡോറാണ്. ഇത് ഫുള്ളി ഓട്ടോമേറ്റഡ് ആണ്. നമ്മൾ പറഞ്ഞില്ലേ ഈ ഡോർ അല്ലേ, മെയിൻ ഡോർ ഓട്ടോമേഷൻ ആണ്. നമുക്ക് കാർഡ് ഉണ്ട്, അതിട്ട് തുറക്കാം, നേരെ കയറുന്നു. 4 ഓപ്ഷൻസ് ഉണ്ട് ആക്ച്വലി. ഒന്ന് കാർഡ് വെച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ ഫിംഗർ പ്രിന്റ് കൊടുത്തിട്ടുണ്ട്. ആ ഫിംഗർ പ്രിന്റ് ഉണ്ട്. ഈ പറഞ്ഞ ഫിംഗർ പ്രിന്റ് കൊടുത്താൽ നമുക്ക് ഇപ്പൊ നമ്മുടെ വീട്ടിൽ ആരും ഇല്ലെങ്കിൽ പോലും നമുക്ക് ഈ പറഞ്ഞ പുറത്തുനിന്ന് ഇപ്പൊ ഇൻ കേസ് ആക്സസ് ഉണ്ടെങ്കിൽ മക്കൾക്കായാലും ആർക്കായാലും നമുക്ക് പേടി വേണ്ട. ഇത് നമ്മുടെ ലിവിംഗ് സ്പേസ് ആണ് ആക്ച്വലി. നമ്മളൊരു സോഫ അത്യാവശ്യം നമുക്കൊരു സ്പേഷ്യസ് ആയിട്ടുള്ള സോഫ നമുക്ക് ഇടാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഞങ്ങൾ ഓൾറെഡി ഉണ്ടായിരുന്നതാണ്. ഇത് ജസ്റ്റ് റീമാപ്പ് ചെയ്തിട്ട് നമ്മൾ ഒന്ന് റീസെറ്റ് ചെയ്തെടുത്താണ്. ഈ പറഞ്ഞ കളർ ഷെയ്ഡ്സ് മാത്രം മാറ്റി. പിന്നെ ഹൈറ്റ് കൂടുതൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ഹൈറ്റ് കൂടിയിട്ടുണ്ട്. കാരണം വെച്ചാൽ വരുന്നവർക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ എല്ലാവരും വീട്ടിൽ ചെല്ലുമ്പോൾ സോഫ കാണുന്നത് എപ്പോഴും ഒരു ഭയങ്കര താന്നൊരു സോഫ ആയിരിക്കും. ഇതാകുമ്പോൾ ഏത് പ്രായക്കാർക്കും കുഴപ്പമില്ല. നിങ്ങൾക്ക് കംഫർട്ടായിട്ട് നിങ്ങൾ ഈ പറഞ്ഞ തൈസ് നിങ്ങൾക്ക് കംഫർട്ടായിട്ട് നമുക്ക് ഇരിക്കാൻ. പിന്നെ കൂടുതലും നമ്മൾ ഹാളിന്റെ ഒരു സ്പേസ് ഇപ്പൊ ഒരു ചെറിയൊരു സ്പേസ് ആയിട്ട് ഫീൽ ചെയ്ത് നിങ്ങൾക്ക് ഒരു വൈറ്റ് സ്പേസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ നമ്മൾ ഫാൻ കൊടുത്താൽ നമുക്ക് BLDC ഫാൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. BLDC ആണ് ഇപ്പോൾ ഈ വീട്ടിൽ യൂസ് ചെയ്യുന്ന എല്ലാം BLDC തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ബേസിക്കലി നമുക്ക് കറണ്ട് കൺസപ്ഷൻ നമുക്ക് കുറയ്ക്കുക. അത് കൺസപ്ഷൻ സെയിം തന്നെ ആയിരിക്കും, പക്ഷെ പവർ ഈ കറണ്ട് ഇറക്കി എന്തെങ്കിലും കൂടുതൽ തന്നെ വരത്തുള്ളൂ. അപ്പൊ നമുക്ക് ഇതിലാകുമ്പോൾ നമുക്ക് വളരെ സേഫ് ആണ്. ഈ പറഞ്ഞ 3700 റേഞ്ച്. അതെ, ഇൻക്ലൂഡിംഗ് വൈഫൈ ഉള്ള മോഡൽ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് മാർക്കറ്റിൽ. ഇത് ആറ്റംബർഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് ടെക്നോളജിയുടെ കാര്യത്തിൽ നന്നായി പഠിച്ചിട്ടുള്ള നല്ല അറിവുള്ള ആളാണ് അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊക്കെ പരമാവധി ഉപയോഗിച്ചിട്ടുണ്ട്. ഓട്ടോമേഷന്റെ കാര്യത്തിൽ നമ്മൾ ഞെട്ടിപ്പോകുന്ന കാര്യങ്ങളോട് ചെയ്തിട്ടുണ്ട്. സിമ്പിൾ ആയിട്ട് നമുക്ക് റിമോട്ടിൽ വെച്ചിട്ട് തന്നെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമുക്കൊരു റിമോട്ട് വെച്ചിട്ട് തന്നെ ചെറിയൊരു സിമ്പിൾ റിമോട്ടാണ്. അപ്പൊ ഈ റിമോട്ട് വെച്ചിട്ട് നമുക്ക് ഇപ്പൊ എന്റെ റൂമിലുള്ള എല്ലാ ഫാനും ഇത് തന്നെ ആയതുകൊണ്ട് നമുക്ക് ഒരു സിംഗിൾ റിമോട്ടിൽ തന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഫാൻ റൺ ചെയ്യാൻ വേണ്ടി പറ്റും. ഈവൻ റൂമിലുള്ളതാണെങ്കിൽ പോലും എനിക്ക് എവിടെ നിന്നും ആക്സസ് ചെയ്യാം. ഈ പറഞ്ഞ പോലെ ഹാളിലും എല്ലായിടത്തുള്ള സെയിം റിമോട്ടിൽ തന്നെ യൂസ് ചെയ്യാം. ഇപ്പോൾ TV യൂണിറ്റ് വന്നിരിക്കുന്നത് അതിന്റെ ബാക്കിൽ ചെറിയൊരു കിളിവാതിൽ വന്നിട്ടുണ്ടോ? ചെറിയ വെട്ടത്തിന് വേണ്ടിയിട്ടാണ്. ബേസിക്കലി നമ്മൾ ഫുൾ വോൾ ആണ് ആദ്യം പ്ലാൻ ചെയ്തത്. പക്ഷെ നമ്മൾ TV യൂണിറ്റ് വന്നപ്പോൾ ഈ പറഞ്ഞ പോലെ ചെറിയൊരു, കാരണം വെച്ചാൽ TV ഫുള്ളായിട്ട് നമുക്ക് കാണാനൊരു ബുദ്ധിമുട്ട് വരുന്നത് ബ്ലേഡ് ആവണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ചെറിയൊരു വിൻഡോ കൊടുത്താണ്. ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞപ്പോഴേ വീടിന്റെ ഉള്ളിലൂടെ കയറിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കമലാസുരയ്യെ പോലെ. ഇത് കമലാസുരയ്യ അല്ലേ, ഉമ്മയല്ലേ? നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ കമലാസുരയ്യെ പോലെ? ശരിക്കും അതുപോലെ തന്നെ കേട്ടോ. അപ്പം ഉമ്മയുടെ പേരെങ്ങനെയാ? ഷക്കീല. ഓക്കെ. വൈഫിന്റെ ഉമ്മയാണ്. വൈഫിന്റെ ഇത് അവരുടെ ഏരിയയാണ്. അതെ അതെ. ഇവര് ആദ്യത്തെ ഫസ്റ്റ് ഈ കോളനിയില് ഫസ്റ്റ് വീട് മേടിച്ച ആൾക്കാർ ഇവര് തന്നെയാണ്. GCDയുടെ പേരിലുള്ള ആദ്യം മേടിച്ച ആളാണ്. അതെ അതെ. ഹാളിൽ നിന്ന് കയറി വരുമ്പോൾ പിന്നെ നമ്മൾ വരുന്നത് നമ്മുടെ ഡൈനിങ് സ്പേസിലേക്കാണ്. ഡൈനിങ് സ്പേസും ഈ പറഞ്ഞ കിച്ചണും എല്ലാം ഈ പറഞ്ഞ അടുത്തടുത്ത് തന്നെയാണ് വളരെ. അപ്പൊ ഞാൻ എൻ്റെ വർക്കിംഗ് സ്പേസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മൾ ഡൈനിങ് ടേബിളിൽ തന്നെ ഈ ഒരു സ്പേസിൽ തന്നെയാണ് ഞാൻ വർക്ക് ചെയ്യാറുള്ളത്. അപ്പോൾ ഞങ്ങൾ ഞാനും എൻ്റെ വൈഫും രണ്ടുപേരും ഓൺലൈൻ വർക്ക് ചെയ്യുന്നവരാണ്. ആള് ഓൺലൈൻ ടീച്ചറാണ്, ഞാൻ ഈ പറഞ്ഞൊരു ഓൺലൈൻ വർക്ക് തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. അപ്പോൾ ബേസിക്കലി പറഞ്ഞാൽ വർക്ക് ഫ്രം ഹോം ആൻഡ് വർക്ക് അറ്റ് ഹോം രണ്ടും സിങ്ക്ഡ് ആണ്. ഞാൻ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഹെൽപ്പും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വൈഫ് വിളിക്കും. എങ്കിലും ഞങ്ങൾക്ക് സംസാരിച്ചിട്ടുണ്ടെന്ന് വർക്ക് ചെയ്യാനുള്ള രീതി തന്നെയാണ് ഇത് പ്ലാൻ ചെയ്തേക്കുന്നത്. 2 സ്റ്റെപ്പ് വ്യത്യാസമുള്ളൂ. യെസ്, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വിളിച്ചാൽ വെളിപ്പുറത്തുണ്ടെന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ഡിസൈൻ ചെയ്തേക്കുന്നത്. ചെറിയൊരു സ്പേസ് ഈ പറഞ്ഞ പോലെ നമ്മൾ ഇതും നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മളൊരു കസ്റ്റമൈസ് ചെയ്തേക്കണം. ഈ വീട്ടിൽ കൂടുതലും കാര്യങ്ങളും കസ്റ്റമൈസ് തന്നെ ചെയ്തേക്കണം. ഇപ്പം നമ്മൾ ഡൈനിങ് ടേബിൾ തന്നെയാണെങ്കിൽ നമുക്കൊരു 6 ഫീറ്റ് ലെങ്ത്തും സ്റ്റാൻഡേർഡ് വരുന്ന അത്രയാണ്. 6 ഫീറ്റ് ലെങ്ത്തും ഈ പറഞ്ഞ 3 ഫീറ്റ് വിഡ്ത്തുമാണ്. അപ്പം നമ്മളിത് ഇവിടെ വീട് കൺസ്ട്രക്ഷൻ ലാസ്റ്റ് ആവുന്ന ടൈമിൽ നമ്മൾ ബിൽഡറോട്ട് ആലോചിച്ചിട്ട് എത്ര സ്പേസ് ഇതിനകത്ത് വരും എന്ന് വെച്ചാൽ പോണ്ടിൻ്റെ കൂടെ കൺസ്ട്രക്ഷൻ, അത് ഞാൻ പോണ്ടിൽ പറയാം, പോണ്ടിൻ്റെ കൺസ്ട്രക്ഷൻ കഴിയുമ്പോൾ എത്ര വരും നോക്കിയിട്ട് ഫൈനലി ഇത് ഒരു 5 ഫീറ്റിലേക്ക് ഇത് ചുരുക്കുകയും 2.5 ഫീറ്റിലേക്ക്
കുറയ്ക്കും ചെയ്യും. അതുകൊണ്ട് ഇതിന് 6 ചെയർ, അത് എനിക്കൊരു ആഗ്രഹമായിരുന്നു, 6 ചെയർ എനിക്ക് ഡൈനിങ് ടേബിൾ വേണം എന്നുള്ളത്. എൻ്റെ ഫാമിലി കംപ്ലീറ്റ്ലി വരുന്നവരെല്ലാവർക്കും ഇവിടെ ഇരിക്കാൻ പറ്റുന്നൊരു സംവിധാനമാണ് ഉദ്ദേശിച്ചത്. 6 ഫീറ്റ് നമുക്ക് വളരെ ഫ്രീ ആയിട്ട് നമുക്ക് നടക്കാനും ഞങ്ങൾ സ്പേസ് ചെയ്തതാണ്. സ്റ്റെപ്പ് പോലും നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു കോർണറൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് വളരെ കംഫർട്ടബിൾ. പിന്നെ നമുക്ക് എനിക്ക് ഫിഷ്, എൻ്റെ വീട്ടിൽ ഈ പറഞ്ഞ പോലെ അക്വേറിയം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് എനിക്ക് പണ്ടോട്ടേ ഉണ്ടായിരുന്നു. ചെറുപ്പം മുതലേ എൻ്റെ വീട്ടിൽ അക്വേറിയം ഉണ്ട്. അപ്പോൾ അത് ഇവിടെ വരുമ്പോൾ എങ്ങനെ അത് മാറ്റി ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തിട്ടാണ് നമ്മളൊരു പോണ്ട് സിസ്റ്റം ചെയ്തത്. അപ്പോൾ പോണ്ട് സിസ്റ്റത്തിൽ നമ്മൾ എവിടെ ചെയ്യും എന്നുള്ളത് ഒരു കൺഫ്യൂഷൻ ആയിരുന്നു. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി നമുക്ക് വലിയ ടെൻഷനൊന്നും വേണ്ടി വന്നില്ല. ബിൽഡറോട് സംസാരിച്ചു. അപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ സ്റ്റെയർ ആണ് ഏറ്റവും ഡംപിങ് പോയിന്റ് ആയിട്ട് കിടക്കുന്നത്. ഒന്നും ഇൻവെർട്ടർ ആയിരിക്കും അവിടെ ഏരിയ ഉള്ളത്. ഇൻവെർട്ടറിന് അടിയിലുള്ള പ്രശ്നം വെച്ചാൽ ഇൻവെർട്ടർ നമ്മൾ വെള്ളം ഒഴിക്കാനുള്ള ബുദ്ധിമുട്ടും അങ്ങനെയൊക്കെ നമുക്ക് ഇഷ്യൂസ് വരും. ഇതാകുമ്പോൾ ടെൻഷനൊന്നും വേണ്ട. ഞാൻ വളരെ സേഫായിട്ട് നമ്മുടെ ഫിഷസിനെ ഇട്ടിട്ടുണ്ട്. ഇവർ വളരെ ഫ്രണ്ട്ലിയാണ്. അവർ വന്നോളൂ. അവർ നമ്മൾ ഫീഡ് കൊടുക്കാൻ വേണ്ടി അവർ വളരെ ഹാപ്പിയാണ്. യെസ് അവർ വന്നോളൂ. ഇവിടെ വന്നവർ ട്രെയിൻ ആയതാണ്. എന്നാലും കുഴപ്പമില്ല. അവരെല്ലാം വന്ന് ഫീഡ് എടുക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. വെറും ഒരു വീടെന്ന ഉപരി അതപ്പോ കുറെ ഇത്രയും എന്റർടൈൻമെന്റ് അല്ലെ, കാണാൻ രസമുള്ള നമ്മളൊരു കാരണം വെച്ചാൽ എനിക്കും വൈഫിനും വൈകുന്നേരം ഒന്ന് സമയം കിട്ടുമ്പോൾ ഒരു ചായ കുടിക്കുന്ന സമയത്ത് തന്നെ വന്നിരുന്ന് ഞങ്ങൾക്ക് അതിന് ഫിഷ് ഫീഡ് കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് അത് ചെയ്തെടുത്തത്. പക്ഷെ കുട്ടികൾക്കും ഇഷ്ടമാണ്, ഇവിടെ വരുന്ന ഗസ്റ്റിനും എല്ലാവർക്കും ഇഷ്ടമാണ്. ഞങ്ങൾക്കും ഇഷ്ടമാണ്. അതെ, തീർച്ചയായിട്ടും. താങ്ക് യു. നമ്മൾ പോണ്ടിൻ്റെ അകത്ത് വേറൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഇതിൻ്റെ അത് നമ്മൾ ചെയ്തേക്കുന്നത് ഒരു ഔട്ട്ഫ്ലോ, ഒരു വാട്ടർ ഫ്ലോയുടെ ഒരു പോയിന്റിലൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങളിപ്പോൾ കാണുന്ന പോലെ ആ വെള്ളം വരുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ വീട്ടിലെ വെള്ളം നിറഞ്ഞു കഴിയുമ്പോൾ, അതായത് മേളിൽ നിറങ്ങുന്ന 1500 ലിറ്റർ ടാങ്ക് നിറഞ്ഞു കഴിയുമ്പോൾ വരുന്ന ഓവർഫ്ലോ ആണ് നമ്മളവിടെ കൊടുത്തിരുന്നത്. അതെന്താ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഞാൻ മോട്ടറിൻ്റെ സ്വിച്ച് പോലും ഞാൻ ഈ ഹാളിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് എൻ്റെ മദറിനെ ഈ പറഞ്ഞ പോലെ ഞാനാണെങ്കിലും മദറാണെങ്കിലും ഇരുന്ന് ഈ കസേരയിൽ ഇരുന്ന് കഴിഞ്ഞാൽ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ വെള്ളം എപ്പോൾ ഓവർഫ്ലോ ആവുന്നോ നമുക്ക് ഇവിടുന്ന് അറേഞ്ച് ചെയ്യേണ്ടി പറ്റും. ഒരിക്കലും ടാങ്ക് നിറയില്ല. അതിനുവേണ്ടി നമ്മളൊരു ബോക്സ് ഹോള് ഇട്ടിട്ടുണ്ട്, ഒരു ട്യൂബ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുവഴി നമ്മൾ വെള്ളം ഓവർഫ്ലോ ആവുന്നത് കുഴപ്പമില്ല, വെള്ളം പുറത്തോടെ അത്രേ ഉള്ളൂ, വേസ്റ്റ് ആവുള്ളൂ. പിന്നെ ഇത് 2 കൺസെപ്റ്റാണ് ഉദ്ദേശിച്ചത്. നമ്മുടെ ഈ സ്ക്വയർ ഹൗസ് ചെറിയ സ്പേസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഈ വെള്ളം ഈ പറഞ്ഞ ഓവർഫ്ലോ നമുക്ക് റോഡിലേക്കോ അങ്ങനെ ഇടാനുള്ളൊരു ബുദ്ധിമുട്ട് വരുന്നു. മുമ്പ് ഇതുണ്ടായിരുന്നായിരുന്നു. പക്ഷെ അപ്പം റോഡിൽ കിടന്ന വണ്ടികളിലോ അല്ലെങ്കിൽ പറഞ്ഞ യാത്രക്കാർക്കോ ബുദ്ധിമുട്ടാവും. അപ്പം നമ്മൾ ആ ഒരു കൺസെപ്റ്റാണ് നമ്മുടെ വീടിനകത്ത് തന്നെ അത് ചെയ്യാന്നുള്ള പ്ലാനിൽ നമ്മൾ ആ ഒരു സിസ്റ്റം ചെയ്തത്. കിച്ചണിൽ ഒരുപാട് സംഗതികൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആക്ച്വലി ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യാണ്. നിങ്ങൾക്കൊരു ഇതിപ്പോൾ ഇതിനകത്തൊരു സെൻസർ ലൈറ്റ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ രാത്രിയാണെങ്കിലും ആർക്കും മമ്മിക്കൊക്കെ ഇപ്പോൾ ഈ ബേസിക്കലി വീട് വെച്ചേക്കുന്ന തന്നെ ഒരു മമ്മിക്ക് വേണ്ടിയാണ് ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ രാത്രി കിച്ചണിലേക്ക് കയറുന്ന സമയത്ത് നമ്മൾ ടെൻഷൻ വേണ്ട, ഓട്ടോമാറ്റിക്കലി കിച്ചൺ ലൈറ്റ് നമ്മൾ സെൻസർ കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ ഈ ഒരു സ്പേസിൽ നമ്മൾ സെൻസർ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. നോർമലി നമുക്കിപ്പോൾ ഒത്തിരി ഹെവി കുക്കിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമുള്ള ലൈറ്റ്സിന് ആവശ്യമുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഡേ ലൈറ്റ് നമുക്ക് അത്യാവശ്യം വിത്ത് ആയിട്ടുള്ളൊരു വൈഡായിട്ട് നമുക്കൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞാൽ നമുക്ക് വളരെ ആക്സസിബിൾ ആണ്. പിന്നെ നമ്മൾ വൈഫിൻ്റെ എല്ലാം ആൾക്ക് എന്തോരം യൂസേജ് വരുന്നതനുസരിച്ചുള്ള ഹൈറ്റും ആളാണ് ഇതിൻ്റെ അകത്ത് മെയിൻ പെരുമാറുന്ന രീതിയിലാണ് നമ്മൾ കിച്ചൺ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഹൈറ്റും ഈ പറഞ്ഞ പോലെ നമ്മൾ ആ ഒരു സ്റ്റെബിലിറ്റിയാണ് കൊടുത്തത്. പിന്നെ വരുന്നത് ഇവിടെ കിച്ചൺ നമ്മൾ ചെയ്തേക്കുന്നതിന് നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് കുക്കിംഗ് റേഞ്ച് അല്ല നമ്മൾ വെച്ച്, നമ്മൾ ഹോബാണ് വെച്ചത്. ഹോബ് വെച്ചാൽ നമ്മൾ BDM എന്ന് പറഞ്ഞ ബ്രാൻഡാണ് ഹോബ് നമ്മൾ വെച്ചത്. അത് 3 ബർണർ ടൈപ്പാണ്. ഇതിലൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു സാധനം ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ കൺവീനിയൻ്റ് ആണ്. ഈ പറഞ്ഞ പോലെ എല്ലാം എടുത്ത് മാറ്റുന്ന ഒപ്പം തന്നെ നമുക്ക് ഈ പറഞ്ഞ ബർണർ ഫുള്ളി നമുക്ക് റിലീസ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ സംഭവം ഉണ്ടെന്ന് പറയാം. യെസ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് നമുക്ക് ക്ലീൻ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് ആ ഒരു സെറ്റിംഗ് ചെയ്തേക്കുന്നത്. മറ്റേതാണെങ്കിൽ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം ക്ലീൻ ചെയ്യാൻ മാറ്റി ഇത്തിരി കൺവീനിയന്റ് അല്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് ഈ ബ്രാൻഡിൽ മാത്രമേ ഉള്ളൂ ഈ ഓപ്ഷൻ ഉള്ളത്. മറ്റൊരു ബ്രാൻഡ് നോക്കിയിട്ട് നമുക്ക് ആ ഒരു ബ്രാൻഡ് നമുക്ക് വളരെ കൺവീനിയന്റ് തോന്നി. ഞാൻ മുമ്പ് യൂസ് ചെയ്ത BDM തന്നെയായിരുന്നു, ബട്ട് ബെറ്റർ പ്രോഡക്റ്റ് ആയിരുന്നു. ഡെയിലി ക്ലീൻ ചെയ്ത് സൂക്ഷിക്കാൻ പറ്റും, വളരെ കൺവീനിയന്റ്. പിന്നെ വരുന്ന ചിമ്മിനി വരുന്ന നമ്മൾ ഇപ്പം എല്ലാവരും ചിമ്മിനി നമ്മൾ കൊടുക്കുന്നത് ഇപ്പോൾ ഒരു 75 വിഡ്ത്തിൽ കൊടുത്തേക്കുന്നതാണ്. ഈ പറഞ്ഞ പോലെ നമ്മൾ ജസ്റ്റ് കൈ വെച്ച് ഹാൻഡ് ഷേക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഓട്ടോ ക്ലീനിങ്ങും എല്ലാം ഫീച്ചർ വരുന്നുണ്ട്. നമുക്ക് വളരെ കൺവീനിയന്റ് ആണ് വരുന്നത്. കൊള്ളാം. പിന്നെ ഒരുപാട് സ്റ്റോറേജ് സ്പേസ്. യെസ്, നമ്മൾ ഈ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഈ വീട്ടിൽ നമുക്കൊരു വർക്ക് ഏരിയ സ്പേസ് ഇല്ല വേറെ. ഇപ്പൊ വർക്ക് ഏരിയ ഇല്ലാത്തതുകൊണ്ടും നമുക്ക് അതൊരു ചാലഞ്ച് തന്നെയായിരുന്നു. കാരണം ഞങ്ങൾ ആദ്യം വർക്ക് ഏരിയ യൂസ് ചെയ്തിരുന്നത് നമ്മൾ പ്ലാൻ ചെയ്തത് നമ്മൾ ആ സ്റ്റെപ്പിന്റെ ആ ഒരു കോർണറിലായിരുന്നു. പക്ഷെ നമ്മളത് ബിൽഡർ വളരെ കൺവീനിയന്റ് ആയിട്ട് പറഞ്ഞു അതവിടെ ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി സെറ്റ് ആവൂല. നമ്മൾ ഈ പറഞ്ഞ കംപ്ലീറ്റ് ലോക്ക് ഷട്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ നമ്മൾ ചെറിയൊരു പ്ലേറ്റ്സ് വെക്കാനുള്ള റാക്കും നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ എൻ്റെ വൈഫിൻ്റെ ഒക്കെ ആക്സസിബിലിറ്റിക്ക് വേണ്ടി നമ്മൾ വേറൊരു ഇത് കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല എങ്കിലും ഞാനത് കാണിക്കാം. ഈ പറഞ്ഞൊരു ചെറിയൊരു ഹൈഡ്രോളിക് ടൈപ്പ് ഒരു ലിഫ്റ്റിംഗ് സിസ്റ്റം വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് സാധനങ്ങൾ എടുത്തു കഴിഞ്ഞ് നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞ് തീർച്ചയായിട്ടും നമുക്ക് ഇതേപോലെ തന്നെ ജസ്റ്റ് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോയിക്കോളും, അതവിടെ പോയി സേഫ് ആയിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ കുറച്ച് സ്റ്റോറേജ് സ്പേസ് മാക്സിമം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു നമ്മുടെ പാൻ റാക്ക്, അത് പാൻ പുൾ ഔട്ട് റാക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. വളരെ കൺവീനിയൻ്റ് ആയിട്ട് നമുക്കിത് സേവ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. ഈ പറഞ്ഞ പോലെ വേസ്റ്റ് ബിൻസും കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ പുൾ ഔട്ട് ടൈപ്പ് വേസ്റ്റ് ബിൻസ് ആണ് വരുന്നത്.
ഇതെല്ലാം നമ്മൾ ഇതിൻ്റെ അകത്ത് ഉണ്ട്, എല്ലാ സാധനങ്ങളും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പറഞ്ഞ ഓയിൽ പുൾ ഔട്ടിൻ്റെ ഒരു ട്രേ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഓയിൽ കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ വെക്കാൻ വേണ്ടി പറ്റും. ചെറിയൊരു സ്ഥലമാണ് അവിടെ. അതെ. അതിനൊരു ഡിവൈസ് ഇത് തന്നെ വരുന്നുണ്ട്. എക്കോ ബ്രാൻഡ് തന്നെ സെയിം സാധനം പ്രൊഡക്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്തത്. ഈ പറഞ്ഞ നമ്മുടെ പണ്ട് അരി ഇട്ട് വെക്കുന്ന ടൈപ്പ് പാത്രമാണ്. ഇത് ഞാനൊന്ന് മോഡിഫൈ ചെയ്ത് എക്കോ എന്ന് പറഞ്ഞ കമ്പനിയിൽ വരുന്ന സാധനമാണ്. നമുക്ക് 2 ടൈപ്പ് അരി, ഇത് ജീരശാല അരിയും പിന്നെ ഈ പറഞ്ഞ നോർമൽ നമ്മുടെ ചോറ് വെക്കുന്ന അരിയും നമുക്ക് ഇവിടെ വെക്കാൻ വേണ്ടി പറ്റും. അത് നമുക്ക് രണ്ടും സേഫ് ആയിട്ട് ഒരു വേറെ ഒന്നും വരാതെ ജസ്റ്റ് ഒന്നും വേണ്ട, വളരെ കൺവീനിയന്റ് ആയിട്ട് വെക്കാൻ. പിന്നെ ഇവിടെ ഒരു ലോഫ് ഒരു ഷട്ടർ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ പറഞ്ഞ പോലെ മിക്സി, ഈ പറഞ്ഞ പോലെ കോക്കനട്ട് സ്ക്രാപ്പർ സാധനങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത്, അതായത് പുറത്തുനിന്ന് നോക്കുവാണെങ്കിൽ ഇതെല്ലാം ഇവിടെ ഉണ്ട്, പക്ഷേ ഹൈഡപ്പ് ആയിരിക്കും എന്ന് പറഞ്ഞ പോലെ. പിന്നെ ഇവിടെ ഒരു പുൾ ഔട്ട് നമുക്കൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് പുൾ ഔട്ട് ചെയ്ത് വെക്കാം. നമ്മൾ ബാക്കി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ബാക്കി ഈ സമയത്ത് നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പുള്ളി ചെയ്ത് വെക്കാം, ക്ലോസ് ചെയ്ത് വെക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ 50 സെന്റ് വീട്ടിലില്ലാത്ത അത്രയും കാര്യങ്ങളുണ്ട് 1.25 സെന്റ് വീട്ടിൽ. കാരണം ചെയ്യാൻ പറ്റി എന്ന് പറഞ്ഞ വലിയൊരു സന്തോഷം തന്നെ തീർച്ചയായിട്ടും. പിന്നെ വാട്ടർ സ്റ്റോറേജ് നമ്മൾ യൂറിക്കോ ഫോക്സിനാണ് ആക്വാഗാർഡാണ് കൊടുത്തേക്കുന്നത്. വളരെ കൺവീനിയന്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ പോലെ വളരെ കൺവീനിയന്റ് ആണ്. സ്റ്റോറേജ് ഇൻബിൽഡ് ആണ്. അപ്പോൾ എനിക്ക് വേറെ പാത്രങ്ങളൊന്നും വെക്കേണ്ട ആവശ്യമില്ല. എപ്പോഴാണ് യൂസ് ചെയ്യുക. നമുക്കിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ലൈവാണ്, എപ്പോഴും റെഡി ആയിട്ടുണ്ട്, ലൈവായിട്ടുണ്ട്, കുഴപ്പമില്ല, നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ. പിന്നെ ഞാൻ നോക്കുമ്പോൾ ഇവിടുത്തെ പ്ലഗ് പോയിന്റുകൾ കറക്റ്റ് ആ ഗ്യാപ്പിലാണ്. ഇത്ര സ്ഥലമുള്ള അവിടെ അത് എങ്ങനെ ഒത്തു വന്ന് അങ്ങനെ ശരിയാക്കിയത്? അതെ, സെറ്റായി. കാരണം ഈ പറഞ്ഞ പോലെ ഡിസൈനറും എന്തൊക്കെ വരും എന്നുള്ളത് നോക്കിയിട്ട് ഈ പറഞ്ഞ പ്യൂരിഫൈനാണ് എല്ലാത്തിനും സ്പേസ് കറക്റ്റ് ചെയ്ത് നമുക്ക് അങ്ങനെ തന്നെ കിട്ടി. പിന്നെ ഇവിടെ നമുക്കൊരു ലോഫ് ഷട്ടർ കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് ജസ്റ്റ് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ യൂസ് ചെയ്യുന്ന സെയിം ഒരു ലോഫ് ഷട്ടേഴ്സ്, ആ ഫ്രിഡ്ജിലുള്ള സാധനങ്ങൾ ഒരുവിധം സാധനങ്ങൾ നമുക്ക് കറി മസാല കുറേ സാധനങ്ങൾ നമുക്ക് ഇവിടെ കയറാൻ വേണ്ടി പറ്റും. നമുക്ക് അത്യാവശ്യം സാധനങ്ങൾ ഇതിനകത്ത് കയറും. ഇതൊക്കെ ഇത് എല്ലാം കൂടെ എടുത്ത് പുറത്തിട്ടുണ്ടെങ്കിൽ വീട്ടിൽ കൊള്ളാൻ സാധ്യത. അതെ, ഇതിപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഇതെല്ലാം പുറത്തിട്ട് കഴിഞ്ഞാൽ ആകെ ബഹളമായിരിക്കും. അപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഈ പറഞ്ഞാൽ ഓവൻ സ്പേസ് നമ്മൾ ഇവിടെയാണ് കൊടുത്തത്. കാരണം ഓവൻ നമ്മൾ ഇവിടെ വെക്കാൻ കാരണം വെച്ചാൽ നമുക്ക് ഡൈനിങ്ങിലേക്ക് നമുക്ക് ആക്സസ് പെട്ടെന്ന് കിട്ടാൻ വേണ്ടത്. ചൂടാക്കി കഴിഞ്ഞാൽ എത്രയും വേഗം സെർവ് ചെയ്യാന്നുള്ള രീതിയിലാണ് അത് സെറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പം തന്നെ കൊടുക്കുക, അത്രേ ഉള്ളൂ. നമ്മൾ വളരെ കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് ഇവിടെ എല്ലാ ഹൈറ്റ് കുട്ടികൾക്കാണെങ്കിലും ഹൈറ്റിൽ വെച്ചിട്ടുണ്ട്. ഒത്തിരി പൊക്കത്ത് വെച്ചിട്ടില്ല, കറക്റ്റ് ലെവൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ വർക്ക് ഏരിയ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഡിഷ് വാഷിൻ്റെ ഒരു സ്പേസ് നമ്മളോട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഡിഷ് വാഷാണോ? യെസ്. ഒരു 14 പ്ലേറ്റ്സിന്റെ ഡിഷ് വാഷാണ്. അപ്പോൾ ഇതെല്ലാം വാഷിംഗ് എല്ലാം കഴിഞ്ഞിട്ടിരിക്കുന്നതാണ്, റെഡി ടു സെർവ് ആണ് എന്ന് പറഞ്ഞ പോലെ. ഇത് IFBയുടെ ഒരു ബ്രാൻഡിന്റെ പ്രൊഡക്റ്റ് ആണ്. 14 പ്ലേറ്റ്സ് ആണ് നമുക്ക് യൂസ് ചെയ്യാൻ. 14 പ്ലേറ്റ് സെറ്റ് ആണ്. കൺവീനിയൻ്റ് ആണ്. കാരണം നമ്മൾ ഒരു സെർവിന് കൊടുക്കുന്ന അത്രയും പൈസ പോലും ആവത്തില്ല. ഇതിന് ഒരു മാസം കഴുകുകയാണെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നൊരു 8 ലിറ്റർ വെള്ളം മാത്രമേ ഇതിനകത്ത് ഏകദേശം യൂസ് ചെയ്യുള്ളൂ, ഒറ്റ കഴുകല്ല. 50 മിനിറ്റ്സ് കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട്. 50 മിനിറ്റ്സിന് യൂസേജ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ 1 അവറിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. ബേസിക്കലി 50 മിനിറ്റ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പാത്രം അടിപൊളിയായിട്ട് തൂത്ത് തുടച്ച് നല്ല അയൺ ചെയ്ത് സെറ്റായിട്ട് സാധനം ഇറങ്ങി വരും. ചെറിയ വീട്ടിൽ നമുക്കൊരു പണിയുമില്ല. ഇല്ല. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് സ്റ്റോറേജ് സ്പേസ്? യെസ്. ഇത് നമുക്ക് ഇവിടെ വീട്ടിലൊരു ലാഡർ ഉണ്ട്. ഇപ്പോൾ ലാഡർ വെക്കാനുള്ള ഒരു സ്പേസ് ആണ് ആക്ച്വലി. ഒരു ഫുൾ ലാഡർ ഉണ്ട് ഇവിടെ. 5 ഫീറ്റ് ലാഡറാണത്. ലാഡർ നമുക്ക് എടുക്കാം, നമുക്ക് എടുത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ഫോൾഡ് ചെയ്ത് അതുപോലെ തന്നെ നമുക്ക് ചെറിയൊരു വാൾ അല്ലേ? യെസ്. ഇതിനകത്ത് നമ്മൾ ബ്രൂമിങ് ഏരിയ കംപ്ലീറ്റ് വെച്ചേക്കുന്നത്. ചൂല്, മോപ്പ് സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അവിടെയാണ് വെച്ചേക്കുന്നത്. രണ്ടും ഹാങ് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ജസ്റ്റ് നമുക്ക് വിട്ട് കഴിഞ്ഞാൽ സംഭവം ഇതായിരിക്കും. പിന്നെ കുറേ ലോഫ് ഷട്ടേഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ആക്സസ്ഫുൾ ആയിട്ടുള്ള ലോഫ് ഷട്ടേഴ്സ് തന്നെയാണ്. എന്തെങ്കിലും വെച്ച് സാധനങ്ങൾ ചടക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. പിന്നെ ഇതിൽ വരുന്നത് നമ്മുടെ ഈ ഒരു ക്രോക്കറി ടോൾ യൂണിറ്റ് വരുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ഒരു ക്രോക്കറി സെറ്റിങ്സ് നമ്മൾ ഇന്ന് ചെയ്യുന്നുണ്ട്. ഇത്രയും ചിന്തിച്ചിട്ടുണ്ടാവില്ല നിങ്ങൾ ഇത്രയും കാര്യം. ഒരു ഇഞ്ച് പോലും സ്ഥലം ഈ വീട്ടിൽ കളയാനില്ല. അത്രത്തോളം ചിന്തിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കിച്ചണിൽ വരുന്നത് ഈ ഒരു കാര്യമാണ്. പിന്നെ കുറേ ഡ്രോയേഴ്സ് നമ്മളിന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് വെക്കാനായിട്ട്. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇതൊരു മാവിട്ട് വെക്കുന്ന പാത്രമാണ്. വൈറ്റിന് ആഗ്രഹമാണ് മാവിട്ട് പറഞ്ഞ പാത്രം ഇത്തിരി വെറൈറ്റി ആയിട്ട് വേണം എന്നുള്ളത്. പിന്നെ നമുക്കിവിടെ ഒരു ഇത് നിങ്ങൾ കണ്ടോന്നറിയില്ല, ഈ പറഞ്ഞ പോലെ ഒരു പരിപ്പ് സാധനങ്ങളൊക്കെ നമുക്ക് ഇതെല്ലാം ഓൺലൈനിൽ നമുക്ക് കിട്ടും. ഈ പറഞ്ഞ പോലെ നമുക്ക് ആക്സസിബിൾ ആണ്. ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്രെയിൽ വീഴും. ഈ പറഞ്ഞ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ട്രെയിൽ വീണാൽ നമുക്കിത് ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി എന്തോരം വേണോ എത്ര വേണോ അത്ര വേണം നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. കറക്റ്റ് അളവ് നോക്കാം. വൈഫാണ് കൂടുതൽ ഹാൻഡിൽ ചെയ്യുന്നത്, ഞാനല്ല ഹാൻഡിൽ ചെയ്യുന്നത് എന്ന് പറഞ്ഞ പോലെ. എന്നാലും അതെ, എനിക്ക് മനസ്സിലായ കാര്യങ്ങളൊക്കെ. കിച്ചണിൽ നമ്മൾ വരുമ്പോൾ ബേസിക്കലി വരുന്ന നമ്മുടെ വാഷിംഗ് ഏരിയ ആണ് വരുന്നത്, നമ്മുടെ ജസ്റ്റ് ഹാൻഡ് വാഷ് ഏരിയ. അപ്പോൾ ബിൽഡിന് ആകെ ഒരു കൺസെപ്റ്റ് ഉണ്ട്, നമുക്ക് വാഷ് ഏരിയ എപ്പോഴും ഒരു നിശ്ചിത അകലം പാലിച്ച് വേണം. അത് നമ്മൾ ഡൈനിങ് ഹാളിൽ തന്നെ വളരെ അടുത്താവരുത്. അതിരിക്കുന്ന കസ്റ്റമേഴ്സ് വരുന്ന ഗസ്റ്റിനാണെങ്കിലും നമുക്കാണെങ്കിലും അത്ര സേഫ് അല്ല. അതുകൊണ്ട്
കൺവീനിയൻ്റ് ആകുന്ന ഒരു സ്പേസ് ഇവിടെ നമ്മൾ വളരെ കൺവീനിയൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ കൊടുത്തേക്കുന്ന ഒരു ആഗ്രഹമായിരുന്നു സെൻസർ ടാപ്പ് കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. ഇപ്പം ജാഗോറിൻ്റെ ഒരു സീരീസ് സെൻസർ ടാപ്പാണ് കൊടുത്തേക്കുന്നത്. ഈ പറഞ്ഞ പോലെ നമ്മുടെ ഹാൻഡ് വാഷും ഈ പറഞ്ഞ പോലെ ഓട്ടോമേറ്റഡ് ആണ്. നമുക്ക് യൂസേജ് നമുക്ക് ജസ്റ്റ് ടാപ്പിലൊന്നും പിടിക്കേണ്ട, വളരെ കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് കൈ കഴുകി മാറാവുന്നതാണ്. ടെക്നോളജി അല്ലേ? ഇവിടുന്ന് വരുമ്പോൾ നമ്മുടെ എൻ്റെ മദറിനോടെ റൂമാണ് ഈ പറഞ്ഞ റൂം. ഇവിടെ ഒരു ചെറിയ റൂമാണ് എങ്കിലും നമുക്കൊരു അത്യാവശ്യം ഒരു ഡബിൾ ബെഡ് തന്നെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പം മദറിനും ഇപ്പം എൻ്റെ മോനും ചിലപ്പോൾ എനിക്കൊന്നും രണ്ടുപേരും ഇവിടെ സെറ്റ് ആവാറുണ്ട്, ഇവിടെ കിടക്കാറൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. ഫാനും ഈ പറഞ്ഞ BLDC തന്നെയാണ് കൊടുത്തേക്കുന്നത്. അവിടെ ഒരു ഇഞ്ച് സ്ഥലം കളയാനില്ല ഇല്ല, കാരണം ഇതിൽ നമുക്ക് ഈ ഒരു കോർണറിൽ മമ്മിക്ക് എന്തെങ്കിലും മെഡിസിൻസോ കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള സൗകര്യം നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോർണറിൽ നമ്മളിതെല്ലാം സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ ലോഫ് ഷട്ടേഴ്സും മാക്സിമം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഷട്ടർ കൊടുത്തു കഴിഞ്ഞിട്ടില്ല, കട്ടലിന്റെ താഴെ ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. നമുക്ക് ഇത് പറഞ്ഞ ഫുൾ ഔട്ടാണ്, ഫുൾ ഔട്ടാണ്. നമുക്ക് ഇതിൽ ഇപ്പം മദറിന്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട് എങ്കിലും ഞാൻ ഇതൊരു ചെറിയൊരു സ്പേസ് നമുക്ക് അത്യാവശ്യം ഇപ്പോൾ ഒരു എക്സ്ട്രാ തലങ്ങണിയോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഇത്ര സ്പേസ് ഉണ്ടാവും, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, കുഴപ്പമില്ല. പിന്നെ ഒരു ഫുൾ വോൾ നമുക്കൊരു കബോർഡ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ കബോർഡ് നമുക്ക് അത്യാവശ്യം മമ്മിയുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് വെക്കാണ്ടി പറ്റും. പിന്നെ എയർകോണും വെച്ചിട്ടുണ്ട്. എയർകോൺ നമ്മൾ ഇതിന് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടെ എയർകോൺ ഇവിടുന്ന് ഒരു 10 meters പുറത്തേക്കാണ് ഔട്ട്ഡോർ വരെ വെച്ചേക്കുന്നത്. കാരണം അത്രയും പ്ലാൻ ചെയ്തില്ലെങ്കിൽ നേരത്തെ പ്ലാൻ ചെയ്തു. 6 months മുമ്പ് തന്നെ ഇതിന്റെ പൈപ്പൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞു. കാരണം ഫോൾ സീലിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു, അല്ലെങ്കിൽ പിന്നെ ഇത് ഇടാൻ വേണ്ടി പറ്റും. പിന്നെ ടോയ്ലറ്റ് മദറിന് ടോയ്ലറ്റ് ആണ്, സെൻസർ കൊടുത്തിട്ടുണ്ട്. അപ്പം മമ്മിക്ക് ടെൻഷൻ ഇല്ലാതെ ഡയറക്റ്റ് ബാത്റൂമിലേക്ക് കയറാം, സ്വിച്ചസ് ഒന്നും തപ്പേണ്ട ആവശ്യമില്ല. പിന്നെ ഇവിടെ ഒരു സീറ്റിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം മദറിനാണെങ്കിലും ആർക്കാണെങ്കിലും നമുക്കൊരു പ്രായമുള്ള ഒരാൾക്കാണെങ്കിലും നമുക്ക് ഇരുന്ന് കുളിക്കണമെങ്കിലോ എങ്ങനെയുള്ള സൗകര്യത്താണ് ഇത് കൊടുത്തേക്കുന്നത്. അത്യാവശ്യം നല്ലൊരു വെയിറ്റുള്ള ആണെന്നാലും കുഴപ്പമില്ല, കംഫർട്ടബിൾ ഇരുന്നോളും, പ്രോബ്ലം ഒന്നുമില്ല. കെയറിംഗ് ആണോ, ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇതൊക്കെ. ഇതിൽ ജാഗോറിനൊരു 3-way ഡൈവേർട്ടർ ആണ് കൊടുത്തിരിക്കുന്നത്. 2-way ഡൈവേർട്ടർ ആണ് നോർമലി വെക്കാറുള്ളത്. ഇതിപ്പോൾ ഉദ്ദേശിച്ചത് മദറിന് വേണ്ടിയാണ് വെച്ചത്. കാരണം വെച്ചാൽ ഇതിൽ ജസ്റ്റ് ഒരു ബട്ടൺ പ്രസ് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ഹാൻഡ് ഷവറിലേക്ക് നമുക്ക് വെള്ളം വളരെ കൺവീനിയൻ്റ് ആയിട്ട് വരും. 2-way ഡൈവേർട്ടർ ആണെങ്കിൽ ഈ പറഞ്ഞ തിരിക്കാനും ഒക്കെ ഇത്തിരി കൺവീനിയൻ്റ് ആയിരിക്കത്തില്ല. സോ അത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു വാഷ് ബേസിനും ഒരു കെറോവിൻ എന്ന് പറഞ്ഞ ബ്രാൻഡ് ചെറിയൊരു വാഷ് ബേസിനും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ബാക്കി ഈ പറഞ്ഞാൽ വളരെ കൺവീനിയൻ്റ് ആയിട്ട് സെൻസർ എല്ലാം കൊടുത്ത് സെറ്റ് ചെയ്ത് ക്ലാപ്പ് കിട്ടാം. ഇത്രയും ഡീറ്റെയിൽ ഞാൻ അടുത്ത കാലത്ത് എവിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഇത്രയും സൗകര്യങ്ങൾ വിത്ത് 1 bedroom. ഇനി അറ്റാച്ച്ഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി മുകളിലേക്ക് പോകും. മുകളിൽ 2 bedroom ഉണ്ട്, കഴിഞ്ഞിട്ടില്ല. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാം. ഓക്കെ, ഇവിടെ നമ്മൾ ടൈൽസ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഈ പറഞ്ഞ മെറ്റൽ ഫ്രെയിമിൽ നമ്മൾ ഈ പറഞ്ഞ ഒരു സെൻസർ കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പിൽ നമുക്കൊരു ലൈറ്റ് വേണം എന്നുള്ളത് എൻ്റെ വൈഫിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. സോ നമ്മളൊരു ഇൻക്ലൂഡിങ് അങ്ങനെ അറ്റം വരെ നമ്മൾ സ്റ്റെപ്പ് രാത്രി ഏത് സമയത്താണ് നമുക്ക് ലൈറ്റ് കത്തും. മെറ്റൽ ഫ്രെയിമിലാണ് കൊടുത്തിരിക്കുന്നത്. പ്ലസ് നമ്മൾ സിമെന്റ് ബോർഡ് വെച്ച് സ്ട്രക്ചർ ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ കോട്ട്സ് പോലത്തെ ഒരു ഗ്രാനൈറ്റ് പോലത്തെ ഒരു ടൈലാണ് നമ്മൾ ഇതിൻ്റെ ഇട്ടേക്കുന്നത്. അങ്ങനെ സെക്കൻഡ് ഫ്ലോർ വരെ ഒരു മൂലക്കോട് ഒതുങ്ങി സ്റ്റെയർ ഒരിക്കലും ശല്യം ആവാണ്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം ലെഫ്റ്റ് സൈഡിൽ വലിയൊരു ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് നമ്മുടെ വീട്ടിലേക്ക് കൂടുതൽ വെട്ടം വരുന്നത് അവിടെ നിന്ന് തന്നെയാണ്. നമ്മൾ ആ പറഞ്ഞ ഫുൾ ഈ താഴത്തുനിന്ന് മേലെ വരെ നമ്മൾ സെക്കൻഡ് ഫ്ലോർ വരെ നമ്മൾ സെയിം ഗ്ലാസ് തന്നെ കൊടുത്തേക്കുന്നത്. 5:30 വരെ നമുക്ക് എനിക്കൊന്ന് ലൈറ്റ് വേണ്ട, ശരിക്കും പറഞ്ഞാൽ ഫുൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ ഇവിടെ അതെ സ്പേസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ജസ്റ്റ് ഉദ്ദേശം നമ്മൾ നിസ്കരിക്കാനുള്ള ഒരു സ്ഥലവും നമസ്കാരത്തിൻ്റെ ഒരു സ്ഥലവും പിന്നെ ഈ പറഞ്ഞ പോലെ എക്സസൈസ് ചെയ്യാനുള്ള ഒരു സ്ഥലവും ആയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ പറഞ്ഞ പോലെ ആദ്യം നമ്മുടെ ഈ പ്ലാൻ ചെയ്തിരുന്നത് ഇവിടം വരെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമുക്കൊരു സ്പേസ് വേണം. അതായത് സ്റ്റെയർ ആദ്യം പ്ലാൻ ചെയ്ത് പുറത്തായിരുന്നു പ്ലാൻ ചെയ്ത്. പിന്നെ നമ്മളതൊരു സേഫ്റ്റി കൺസേൺ മാറ്റിയിട്ട് നമ്മൾ അകത്ത് തന്നെ ആക്കി. പക്ഷെ അകത്താക്കിയപ്പോൾ ഒരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഇത്രയും സ്പേസ് കൊണ്ട് നമുക്ക് മേളിലേക്ക് കയറാനും ഈ പറഞ്ഞ ഈ ഒരു റൂമും ഈ കാണുന്ന ഒരു ഹാള് വളരെ സ്പേഷ്യസ് ആയിട്ട് കിട്ടും. നമുക്ക് അത്യാവശ്യം സാധനങ്ങൾ ഇടാൻ വേണ്ടി പറ്റും. എക്സസൈസ് മെഷീൻസും എല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. വളരെ ഒരു കോൺട്രൈസ് ചെയ്ത് നമ്മൾ പ്ലഗ് പോയിന്റ്സ് പോലെ നമ്മൾ താഴെ കൊടുത്തേക്കുന്നത് നമുക്ക് വളരെ കൺവീനിയൻ്റ് ഉള്ള സ്പേസ് കിട്ടി. പിന്നെ ഇവിടെ ഒരു സെൻസറിൽ കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഇവിടെ നിങ്ങൾ കയറി വരുമ്പോൾ ഒരു സെൻസർ ലൈറ്റ് ഉണ്ട്. പക്ഷേ ഇത് ഡേ ലൈറ്റ് സെൻസറാണ്. നമുക്ക് രാത്രി മാത്രം, അതൊരു ഇപ്പോൾ മഴയാണെങ്കിലും ഇരുട്ടാവുന്ന സമയത്ത് മാത്രമേ ഇവിടെ കത്തുള്ളൂ. ഞങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ 2 മക്കളുണ്ട്, ഞാനും ഉണ്ട്. അപ്പോൾ മറന്നു പോകും ചിലപ്പോൾ സ്വിച്ച് ഇട്ടിട്ട് പോകും. അപ്പോൾ താഴെ എത്തുമ്പോഴെങ്കിൽ ചിലപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്തിട്ടുള്ള കാര്യം മറന്നു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ സെൻസർ കൊടുത്തേക്കാണ്. ഒരു 2 minutes കത്തിയതിന് ശേഷം അത് ഓട്ടോമാറ്റിക് കത്തി അണഞ്ഞോളും. വളരെ കൺവീനിയൻ്റ് ആയിട്ട് കൊടുത്തത്. പിന്നെ ഇവിടെ 2 റൂമാണ് നമുക്ക് സെറ്റ് ചെയ്തേക്കുന്നത്. 2 ബെഡ്റൂം. ഒന്ന് കിഡ്സ് ബെഡ്റൂമായിട്ടും പിന്നെ പറഞ്ഞാൽ ഒന്ന് ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂമാണ്. സോ ഇത് നമ്മുടെ കിഡ്സ് റൂമാണ്. ഈ പറഞ്ഞ എൻ്റെ മോനും മോളും ഇവിടെയാണ് ഒക്കുപ്പ് ചെയ്യുന്നത്. കിഡ്സ് റൂമിലേക്ക് ബിൽഡർ നമ്മൾ ചോദിച്ചു എന്ത് വേണം നമുക്കിവിടെ സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ മക്കളിൽ നിന്ന് ചോദിച്ചു എന്ത് വേണം എന്നുള്ളത് ചോദിച്ചപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് സജഷൻസ് ഒന്നുമില്ല. എങ്കിലും ബിൽഡർ നമുക്ക് 3 സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതിനോട് ചോദിച്ചാൽ അതിൽ ഇത്രയും സ്പേസിൽ നമുക്കൊരു 3 സെറ്റ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, നമുക്ക് മാക്സിമം നോക്കാം. എങ്കിലും നമുക്കൊരു 1/2 moon
എന്നുള്ള രീതിയിൽ നമുക്കൊരു വളരെ ഭംഗിയായിട്ട് ഒരു മൂൺ കംപ്ലീറ്റ് ടെക്സ്ചറിൽ നമ്മൾ ചെയ്ത് വന്ന് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അതിന്റെ ഒരു ഭംഗി ഫീൽ ചെയ്ത് ലൈറ്റ്സും കാര്യങ്ങളെല്ലാം കൊടുത്ത് വളരെ ഭംഗിയായിട്ട് ശരിക്കും തനി ചന്ദ്രൻ ലൈറ്റ് എങ്ങനെ ഇങ്ങോട്ടേക്ക് റിഫ്ലക്ട് ചെയ്തു എന്നുള്ളത് കറക്റ്റ് ഡീറ്റെയിലോട് മനസ്സിലാകുന്ന രീതിയിൽ. പിന്നെ ഒപ്റ്റിക്കൽ ഫൈബർ ലൈറ്റ് ഓഫ് ആകുമ്പോൾ കുറെ കൂടെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. മൂൺ വളരെ ഭംഗിയായിട്ട് കിട്ടും. ചന്ദ്രനും താരങ്ങളും. അതെ. പിന്നെ ഒപ്റ്റിക് ഫൈബറിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഒപ്റ്റിക് ഫൈബറിൽ നമ്മൾ സ്റ്റാർസിനെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒപ്റ്റിക് ഫൈബറിലാണ്. ആഹാ. അപ്പൊ ശരിക്കും മേൽക്കൂര ഇല്ലാതെ നമ്മൾ രാത്രി ആകാശം നോക്കി കിടക്കുന്ന തീർച്ചയായിട്ടും കൊള്ളാട്ടോ. ചെറിയൊരു ബെഡ്റൂമാണ്. എല്ലാ ബെഡ്റൂമും അറ്റാച്ച്ഡ് ആയിട്ടാണ്. എല്ലാ ബാത്റൂം അറ്റാച്ച്. സ്റ്റോറേജ് സ്പേസുകൾ അവിടെ ഇവിടെയൊക്കെ നമ്മൾ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ ലെഫ്റ്റ് റൈറ്റിലോട്ട് തിരിയുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു വാർഡ്രോബ്സ്, കുട്ടികളുടെ വാർഡ്രോബ്സ്, ഈ പറഞ്ഞ ലിഫ്റ്റിംഗ് ടൈപ്പ് ഒരു ഫുൾ സ്കാപ്പിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. വാർഡ്രോബ്സും ഇതായിട്ട് സ്പേഷ്യസ് ആണ് കൊടുത്തേക്കുന്നത്. ഫുൾ ഔട്ട് ടൈപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ സ്പേസ് നമ്മളൊരു യൂട്ടിലിറ്റി സ്പേസ് എന്നുള്ളതിൽ നമ്മൾ യൂസ് ചെയ്ത ഡ്രസ്സുകൾ ആക്ച്വലി ഇവർ ഡ്രസ്സുകൾ ഇടാനുള്ള ഒരു സ്പേസ് ആയിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു മിറർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിലും വന്ന് കോമ്പ് ചെയ്യണമെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. പക്ഷെ അത് ഈ പറഞ്ഞ ഒരു ഹിഡൻ സ്പേസിലായിരിക്കും. പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ ഒരു അഴുക്ക് ഡ്രസ്സ് ഇവിടെ കിടക്കുന്നുള്ള അറിയത്തില്ല. ജസ്റ്റ് റീയൂസബിൾ, നാളെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ആ രീതിയിലാണ്. പിന്നെ ഒരു ടോയ്ലറ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ടോയ്ലറ്റ് നമ്മൾ ഈ പറഞ്ഞ കുട്ടികൾക്ക് വേണ്ടി അതും നമ്മൾ സെൻസർ ചെയ്തിട്ടുണ്ട്. സെൻസർ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക് നമ്മൾ ആൾ കയറുമ്പോൾ സെൻസ് ചെയ്തോളൂ. ഈ പറഞ്ഞ പോലെ നമുക്ക് ബാക്കി ആക്സസറീസ് എല്ലാം ഒരു വലിയൊരു ടോയ്ലറ്റ് ചെയ്യുന്ന പോലെ തന്നെ എല്ലാ ആക്സസറീസും ഇൻക്ലൂഡിങ് ഡൈവോട്ടേഴ്സ് ആണെങ്കിലും ഷവേഴ്സും ഈ പറഞ്ഞ പോലെ എല്ലാ ഒരു സ്പേസും വിത്ത് വാഷ് ബേസിൻസും എല്ലാം നമ്മൾ കുട്ടികൾക്കാലും ഫുൾ ഫെസിലിറ്റി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ തേർഡ് ബെഡ്റൂമാണ്. നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമാണ്. മാസ്റ്റർ ബെഡ്റൂം ഇത് കുറച്ച് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ആഗ്രഹത്തിൻ്റെ പേരിൽ കുറച്ചൊന്ന് എന്താ പറയുക, ഈ പറഞ്ഞ പോലെ നമ്മൾ അലക്സ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ റൂമിലുള്ള എല്ലാ സാധനങ്ങളും ഈ പറഞ്ഞ ലൈറ്റ്സ് ആണെങ്കിലും ഈ പറഞ്ഞ AC ഫാൻ എല്ലാം നമ്മൾ ഈ പറഞ്ഞ പോലെ ഡിജിറ്റലൈസ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അലക്സ സ്വിച്ച് ഓൺ മാസ്റ്റർ ലൈറ്റ്. സോ ഈ റൂമിലെ ലൈറ്റ്സും കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്നത് അലക്സ തന്നെയായിരിക്കും. നമുക്ക് ഈ പറഞ്ഞൊരു ഹാൻഡ്സ് ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഈ പറഞ്ഞ വൈഫിന് ഒരു ആഗ്രഹമായിരുന്നു ഈ പറഞ്ഞൊന്ന് എല്ലാം ഈ പറഞ്ഞൊന്ന് സെറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ രീതിയിൽ നമ്മൾ ഫുൾ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെയും ഈ പറഞ്ഞ പോലെ നമുക്കൊരു ചെറിയൊരു നക്ഷത്രങ്ങൾ കാണാം എന്നുള്ള പറഞ്ഞ ഒരു നക്ഷത്രങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒപ്റ്റിക് ഫൈബർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ട് റൂമുകൾ കുട്ടികളുടെ റൂമിൽ നമ്മുടെ റൂമിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കർട്ടൻ ഈ പറഞ്ഞ ഒരു ഓട്ടോമേറ്റഡ് കർട്ടൻ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ അതും ഈ പറഞ്ഞ അലക്സയിൽ തന്നെ. അലക്സ ക്ലോസ് കർട്ടൻ. ഒത്തിരി ഓപ്ഷൻസ് വരുന്നുണ്ട്. നമുക്കിപ്പോൾ ഡേ ലൈറ്റ് എങ്ങനെ വേണം, നമുക്ക് രാത്രി അല്ലെങ്കിൽ രാവിലെ നമുക്ക് എത്ര മണിക്ക് ഇത് ഓൺ ചെയ്യണം, അല്ലെങ്കിൽ കർട്ടൻ എത്ര മണിക്ക് ക്ലോസ് ആവണം, അങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് നമുക്ക് ഈ പറഞ്ഞ പോലെ ഡിജിറ്റലൈസേഷൻ ഈ പറഞ്ഞ ഓട്ടോമേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും അറിയാം എന്നുള്ളത് അറിയില്ല. പക്ഷേ എങ്കിലും ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു നമ്മുടെ ഈ ചെറിയ വീട്ടിൽ ഞങ്ങൾ അത് തന്നെ ഉദ്ദേശിച്ചു. ഞങ്ങളുടെ ആഗ്രഹങ്ങൾ നമ്മൾ എന്തായാലും നമ്മൾ ഒരു വീട് വെക്കുന്നു, അതെന്തായാലും ഫുൾഫിൽ ചെയ്യാന്നുള്ള പ്ലാനിൽ നമ്മൾ ഈ പറഞ്ഞ എല്ലാ കാര്യവും നമ്മൾ എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ AC ആണെങ്കിലും നമ്മളെല്ലാം ഈ പറഞ്ഞ പോലെ വൈഫൈ ഇനേബിൾ ആയിട്ടുള്ള AC ആണ് ലോയിഡിന്റെ വരുന്നത്. അത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും എല്ലാം അലക്സ ഓൺ ആക്കും. അലക്സ എന്ത് പറയുന്ന കാര്യം, അലക്സ സ്വിച്ച് ഓൺ AC. ഓക്കെ, കിടക്കുക അത്രേ ഉള്ളൂ. രാവിലെ എണീക്കണം, ഓഫ് ചെയ്യണമെങ്കിൽ മാത്രമേ നമ്മൾ വേറെ ആളും ചെയ്യേണ്ട. ഫാനും ലൈറ്റും എല്ലാവരും തന്നെ ഓൺ ചെയ്തോളൂ എന്ന് പറഞ്ഞ പോലെ നമുക്ക് സെറ്റ് ചെയ്യാം ഈ പറഞ്ഞൊരു ഭംഗിയായിട്ട്. അലക്സ സ്വിച്ച് ഓൺ സ്പോട്ട് ലൈറ്റ്. ഓക്കെ, സോ ഇതിനകത്ത് ഈ എനിക്കൊന്ന് കൂടുതൽ റൂമിൽ ലൈറ്റ് ഏറ്റവും കൂടുതലുള്ള റൂമാണ് ഇതെന്ന് വേണം പറയാം. സ്പോട്ട് ലൈറ്റ്സും ഈ പറഞ്ഞ പോലെ മാക്സിമം ചെയ്തിട്ടുണ്ട്. അത് ബേസിക്കലി ചെയ്തെന്ന് വെച്ചാൽ ഒരു ഇൻ കേസ് ഒരെണ്ണം കംപ്ലൈന്റ് വരാം. ഇലക്ട്രോണിക് പ്രൊഡക്ട്സ് ആണ്. നമുക്ക് കംപ്ലൈന്റ് വന്നാൽ തന്നെ നമുക്ക് ഒരു മൾട്ടിപ്പിൾ ആയിട്ട് യൂസ് ചെയ്യാം. സിംഗിൾ ഒരു ട്യൂബ് നമ്മൾ റൂമിൽ വെച്ച് കഴിഞ്ഞാൽ അത് കംപ്ലൈന്റ് ആയി നമ്മുടെ റൂം കംപ്ലീറ്റ് ഇരട്ടെ. ഇതിപ്പോൾ ആ ടെൻഷൻ വേണ്ട. ഏതെങ്കിലും ഒക്കെ ലൈറ്റ് എന്തായാലും എപ്പോഴും സമയത്ത് ഉണ്ടാവും എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് വെച്ചേക്കുന്നത്. ഇൻവെർട്ടർ AC നമ്മൾ റൂമിലേക്ക് ഇവിടത്തേക്ക് വേണ്ടി മേടിച്ചല്ല, ഇത് എൻ്റെ ഉണ്ടായിരുന്നതാണ്. ആക്ച്വലി എൻ്റെ പേരൻസിന് സുഖമില്ലാത്ത സമയത്ത് അവർ ഇവിടെ ഒറ്റയ്ക്ക്, അതായത് മദറിൻലോയും ഫാദറിൻലോയും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് സുഖമില്ലാത്ത സമയത്ത് അബ്ബായിക്ക് ബെഡ് സോർ ഉണ്ടായിരിക്കുന്ന ടൈമിൽ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്താണ് കൂടുതലും റൂമെന്ന് ഈ പറഞ്ഞ എയർ കോൺ ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ എയർ കണ്ടീഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കംഫർട്ടായിരിക്കും പറ്റും. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിൽ നമ്മൾ വെച്ചപ്പോൾ മമ്മിക്ക് ഇത് യൂസ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണം മമ്മിക്ക് റിമോട്ടിൽ എങ്ങനെയാണ് ഇപ്പോഴത്തെ ടെക്നോളജി എങ്ങനെ യൂസ് ചെയ്യാൻ അറിയത്തില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിൽ താമസിക്കുന്ന സമയത്ത്, എൻ്റെ പള്ളൂരത്തിൽ എൻ്റെ സ്വന്തം വീട്ടിൽ താമസിക്കുന്ന സമയത്താണ് ഈ പറഞ്ഞ സാധനം വെക്കുകയും ഞാൻ അവിടെ നിന്നാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. മൊബൈൽ വഴിയാണെങ്കിൽ നമുക്ക് വളരെ കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് ഈ പറഞ്ഞ ലോയിഡ് എന്നല്ല, എനിക്കൊന്ന് ലോയിഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ വൈഫൈ ഇൻവെർട്ടറുള്ള സിസ്റ്റം ആയതുകൊണ്ട് എനിക്ക് കൺവീനിയൻ്റ് ആയിട്ട് അവിടെ നിന്ന് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ റൂമിലേക്ക് വന്നപ്പോൾ ഇവിടത്തേക്ക് വന്നപ്പോൾ ആ AC ഞാൻ മാറ്റിയില്ല, അത് തന്നെ വെച്ചു. അപ്പോൾ എനിക്ക് അലക്സ ആയിട്ട് കണക്ട് ചെയ്യാനുള്ളൊരു വളരെ സിമ്പിളായിട്ട് പറ്റി. ഈ പറഞ്ഞ നിങ്ങളിപ്പോൾ കണ്ട പോലെ തന്നെ എല്ലാ സാധനങ്ങളും അലക്സയിൽ തന്നെയാണ് കൺട്രോൾ ചെയ്ത് വരുന്നത്. ഫാൻ ആണെങ്കിലും ഈ പറഞ്ഞ പോലെ എല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് എല്ലാം ഇത് കണക്ട് ചെയ്യാൻ സാധിക്കും. അലക്സയിൽ കുറേ ഓപ്ഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. അലക്സ ഓപ്പൺ കർട്ടൻ. ജസ്റ്റ് നെറ്റ് റൈറ്റ് സൈഡിൽ നീക്കോ, റൈറ്റ് സൈഡിൽ നീക്കല്ലേ മതി, കുഴപ്പമില്ല. ഒരു ചെറിയ ബാൽക്കണി. അതെ,
ഒരാൾക്ക് നിൽക്കാനുള്ള സ്പേസ് അല്ലെന്നാൽ രണ്ടുപേർക്ക് നിരന്ന് നിൽക്കാൻ പറ്റുന്ന സ്പേസ് കൊടുത്തിട്ടുണ്ട് അല്ലേ? അതെ, രണ്ട് സൈഡിലായിട്ട് നമ്മൾ വാർഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ഫുൾ ഷട്ടർ ടൈപ്പ് വാർഡ്രോബാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ ആണെങ്കിലും വൈഫിൻ്റെ ആണെങ്കിലും എൻ്റെ സാധനങ്ങൾ കുറച്ചേ ഉണ്ടാവുള്ളൂ, എന്തെങ്കിലും വൈഫിൻ്റെ സാധനങ്ങൾ തന്നെ ആയിരിക്കും കൂടുതൽ. എന്നാലും നമ്മൾ മാക്സിമം നമ്മൾ സാധനങ്ങൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഫുൾ ഷട്ടേഴ്സിൽ നമ്മൾ ഫുൾ ഫിറ്റ് ചെയ്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. മേളിലും കുറച്ച് ലോഫ് ഷട്ടേഴ്സ് വരുന്നുണ്ട്. ഈ പറഞ്ഞ നമുക്ക് സിമ്പിളായിട്ട് ഓപ്പൺ ചെയ്യാം. നമുക്ക് എപ്പോഴും യൂസ് ഇല്ലാത്ത സാധനങ്ങൾ നമുക്കത് വെക്കാൻ പറ്റും. പിന്നെ ഇവിടെ നമ്മൾ ഒരു പറഞ്ഞ പോലെ നമുക്കൊരു ചെറിയ സ്പേസ്, ഈ പറഞ്ഞ പോലെ ഒരു ഹിഡൻ സ്പേസ് പോലെ നമ്മൾ യൂസ്ഡ് ക്ലോത്ത് ഒരു സൈഡിൽ നമ്മളെ കുട്ടികളുടെ റൂമിൽ കണ്ട പോലെ തന്നെ ഒരു സൈഡിൽ നമ്മൾ യൂസ്ഡ് ക്ലോത്തും ഈ പറഞ്ഞ കോസ്മെറ്റിക്സ് ജസ്റ്റ് വെക്കാൻ വേണ്ടി തൊട്ടപ്പുറത്ത് നമ്മൾ ഈ പറഞ്ഞ മിററും വെച്ചിട്ടുണ്ട്. ഇത് പുൾ ഔട്ട് ചെയ്യുന്നത് ഇതൊരു ആക്സസറി വെച്ച് ചെയ്യുന്നതാണ്. ഈ പറഞ്ഞ എക്കോ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ആക്സസറി വെച്ച് ചെയ്യുന്നതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഒരു സ്പേസ് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ മിറർ നമുക്ക് ഇവിടുന്ന് കാണാം. അതായത് ഹെയർ ഡ്രയറോ അല്ലെങ്കിൽ യൂസ് ചെയ്യണമെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിൽ പുൾ ഔട്ട് ചെയ്യാം, യൂസ് ചെയ്യാൻ നമുക്ക് വളരെ കൺവീനിയന്റ് ആണ്. ഈ പറഞ്ഞ സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാന്നുള്ള രീതിയിലാണ് ഇത് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു ടോയ്ലറ്റും വരുന്നുണ്ട്. ഞങ്ങളുടെ മാസ്റ്റർ അത്യാവശ്യം സ്പേഷ്യസ് ആണ്. ഇത് ഈ പറഞ്ഞ സെൻസറാണ്. നമ്മൾ ആൾ കയറി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്തോളൂ. 5 അപ്പം കൊണ്ട് യേശു 5000 പേർക്ക് കൊടുത്തെന്ന് പറഞ്ഞ പോലെ 1.25 സെന്റിൽ ഇത്രയും സൗകര്യങ്ങളുള്ള വീട് ഞാൻ ഈ അടുത്ത കാലത്തൊന്നല്ല, ഇത്രയും ഒരു നമ്മൾ ഈ വ്ളോഗിങ് കരിയറിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ബെഡ്റൂംസ് കഴിഞ്ഞ് നമ്മൾ പോകുന്നതിന് ഇപ്പം നമ്മുടെ സ്റ്റേ റൂമിലേക്കാണ്. ചെറിയ ലോണ്ടറി ഏരിയ നമ്മളവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. ഓക്കെ, സെയിം സ്റ്റെപ്പ് ഒക്കെ സെയിം സ്റ്റൈലിൽ തന്നെയാണ്. അവിടെ നിന്ന് വന്നേക്കുന്ന പോലെ താഴത്തുനിന്ന് കയറുന്ന പോലെ തന്നെ ചെയ്തേക്കുന്നത്. യൂട്ടിലിറ്റി സ്പേസ് പോലെ അല്ലേ? ഇവിടെ നമുക്ക് ലോണ്ടറി ഏരിയ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ മഴയൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ 100% ഡ്രൈ ആവാൻ വേണ്ടി നമ്മൾ ഇവിടെ തന്നെ പ്രൊഡക്റ്റാണ് എടുത്തേക്കുന്നത്. ഇത്തിരി ബ്രാൻഡ് കോൺഷ്യസ് ആയതുകൊണ്ട് നമ്മൾ അതിന്റെ തന്നെ ഡ്രൈ റൈനാണ് എടുത്തേക്കുന്നത്. ഈ പറഞ്ഞ പോലെ സാംസങ്ങിന്റെ ഈ പറഞ്ഞ വാഷിംഗ് മെഷീൻ നമ്മൾ യൂസ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ പഴയ കാലത്തുള്ള അലക്കുകല്ലാണത്. അലക്കുകല്ല് നമ്മൾ ഇത് ഫൈബറിലാണ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് നമുക്കൊരു 12 കിലോളം വെയിറ്റ് വരുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ഈ ഒരു ആക്സസിന് വേണ്ടി ഈ പറഞ്ഞ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു വാഷ് ബേസ് ഒരു പൈപ്പ് നമ്മൾ കൊടുത്തു ടാപ്പ്. യെസ്, നമ്മൾ കുട്ടികളുടെ ഒക്കെ നമ്മൾ ഈ പറഞ്ഞ കുട്ടികളാണ് ജെൻസിനാണ് നമുക്ക് ഈ ഷോൾഡർ ഈ പറഞ്ഞ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ജസ്റ്റ് ബ്രഷ് ചെയ്യാൻ ഇത് നമുക്ക് നമ്മൾ ബ്രഷ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. വളരെ കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് ബ്രഷ് ചെയ്യാൻ സംവിധാനം ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ സോപ്പ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ വൈഫിന്റെ കംപ്ലീറ്റ് ഡിപ്പാർട്ട്മെന്റ് നമ്മളൊരു പ്രൊഡക്റ്റ് കാരണം വേറെ ഒന്നുമില്ല, ഇതിന്റെയൊക്കെ യൂസേജ് അനുസരിച്ച് ബ്രാൻഡ് വൈസ് നമ്മൾ നോക്കിയിട്ട് ആ രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ നമ്മുടെ ഓൾറെഡി ഉണ്ടായിരുന്നു. ഡ്രയർ മാത്രം നമ്മൾ ആഡ് ഓൺ ചെയ്തതാണ്. കാരണം ഇപ്പോൾ മഴ 100% ഇപ്പം മഴ എപ്പോഴും ഉള്ള ടൈമാണ്. ഇപ്പം കുട്ടികളുടെ യൂണിഫോമിനായിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്യൂ വരുന്നത്. എങ്കിലും കുഴപ്പമില്ല, നമ്മൾ മാനേജബിൾ ആയിട്ട് ഡ്രയറിൽ 100% ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടും. വളരെ കൺവീനിയന്റ് ആണ് ഈ പറഞ്ഞ ഒരു ഐറ്റം. ഓക്കെ, ഇതാണ് നമ്മുടെ ടെറസ് ഏരിയ വരുന്നത്. ഈ പറഞ്ഞ പോലെ നമുക്കിവിടെ വേറൊരു കാര്യം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഔട്ട്ഡോർ യൂണിറ്റ് നമ്മുടെ AC നമ്മുടെ റൂംസിൻ്റെ AC നമ്മൾ ഫ്രണ്ടിൽ കാണേണ്ടെന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വെച്ചു. പിന്നെ നമ്മളിവിടെ ഒരു ഞാൻ പറഞ്ഞ പോലെ നേരത്തെ നിങ്ങൾ മേളിൽ കണ്ട പോലെ തന്നെ ഒരു ചക്രം, അത് ഇവിടെ നിന്നൊരു ഗ്യാപ്പ് ഒന്നും ഇട്ടിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ചവിട്ടാം. ഇരുന്ന് വേണമെങ്കിൽ ചവിട്ടാം, കുഴപ്പമില്ല. നമുക്ക് വളരെ കൺവീനിയൻറ്റ് ചെയ്യാം. എങ്കിലും കുഴപ്പമില്ല, നമ്മൾ ഇടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മളൊരു സ്റ്റീൽ മെഷീൻ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഈ പറഞ്ഞൊരു സേഫ്റ്റി കൺസേൺ കുട്ടികളുണ്ട്. ഈ പറഞ്ഞ നെയ്ബേഴ്സിൻ്റെ കുട്ടികളൊക്കെ വരാറുണ്ട്. അപ്പോൾ അവർ വന്ന് പുഷ് ചെയ്താലും കുഴപ്പമില്ല. ഒരു 300 കിലോ വരെ നമ്മളുടെ ഇത് താങ്ങും എന്നുള്ള രീതിയിലാണ് നമുക്ക് വളരെ കൺവീനിയൻറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പർപ്പസ് ഉണ്ട്. യെസ്. പിന്നെ ഈ പറഞ്ഞ പോലെ വേറെ പ്രാവുകളോ അങ്ങനെ ഈ പറഞ്ഞ കിളികളോ ഒന്നും കയറത്തില്ല. ഈ പറഞ്ഞ ഈ ഏരിയ വളരെ ക്ലീൻ ആയിട്ട് കിടന്നോളൂ. ആ ഒരു പർപ്പസ് കൊണ്ട് ചെയ്താണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അടിപൊളി വീട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പം ഈ അടുത്ത കാലത്ത് കണ്ടിട്ടുള്ള ഏറ്റവും ചെറിയ പ്ലോട്ടിൽ വെച്ചിട്ടുള്ള വീടാണ്. ഇത്രയും സൗകര്യങ്ങളോട് കൂടിയുള്ള വീട് നമ്മൾ അടുത്തേക്കും കണ്ടിട്ടേ ഇല്ലെന്ന് വേണം പറയാനായിട്ട്. സൂപ്പറായിട്ടാണ്. അപ്പോൾ ചെയ്തിരിക്കുന്നത് ബെസ്റ്റ് ഹോംസ് ആണ്. ബ്രോ നമസ്കാരം, ആൽവിൻ അല്ലേ? എവിടെയാണ് സ്ഥലം? എൻ്റെ വീട് കുമ്പളങ്ങിലാണ്. നമ്മുടെ സ്ഥാപനം എവിടെയാണ്? ചുള്ളിക്കലായിട്ടാണ് വരുന്നത്. ചുള്ളിക്കര, അതിന്റെ ഓപ്പോസിറ്റ്. ബെസ്റ്റ് ഹോംസ് ഇതുപോലെ ചലഞ്ചസ് ഉള്ള സ്ഥലങ്ങളിലൊക്കെ വീട് വയ്ക്കുന്ന ആളുകളാണെന്ന് കേട്ടിട്ടുണ്ട് അല്ലേ? ചെറിയ പ്ലോട്ടിലൊക്കെ ഞെട്ടിക്കുന്ന സൗകര്യങ്ങളോട് വീടൊക്കെ പണിയാൻ പറ്റുന്ന ടീമാണ് അല്ലേ? 1200 സ്ക്വയർ ഫീറ്റ് അടുത്താണ് നമ്മുടെ ഫുൾ, അതായത് നമ്മുടെ സ്റ്റെയർ ഏരിയ ഉൾപ്പെടെ നമ്മൾ ചെയ്തേക്കുന്നത്. ഫുൾ കൺസ്ട്രക്ഷൻ കോസ്റ്റ് വന്ന ഏകദേശം നമുക്ക് 30 to 35 lakhs നമുക്ക് സിവിൽ വർക്ക് മാത്രമായിട്ട്. എൻ്റയർ കോസ്റ്റ് നമ്മുടെ എൻ്റയർ ഐറ്റംസ് ഇൻക്ലൂഡിങ് ഡൈനിങ്, ഈ പറഞ്ഞ കിച്ചൺ ആക്സസറീസ് എല്ലാം ഉൾപ്പെടെ നമുക്ക് ഏകദേശം 45 to 50 lakhs 45 ലക്ഷം രൂപയ്ക്ക് 1.25 സെന്റിൽ 1200 സ്ക്വയർ ഫീറ്റ് വീട്. പൊളി. എല്ലാവർക്കും ഈ എപ്പിസോഡ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീട്ടുകാരെയും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. പുതിയൊരു അടിപൊളി എപ്പിസോഡോട്ട് നമ്മൾ വീണ്ടും വരാം. നമ്മുടെ ചാനൽ തന്നെ ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന ഷെയർ ചെയ്യട്ടോ. അപ്പം ഫാമിലി, അൽവിൻ ബ്രോ ഒരു ബൈ പറഞ്ഞേരെ. ബൈ.